അത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 2 പേര്, ഒന്ന് 5ൻ്റെ എനർജിയാണ്. അതായത് 5-ാം തീയതി ജനിച്ചവർ, 14-ാം തീയതി ജനിച്ചവർ, 23-ാം തീയതി ജനിച്ചവർ. ഇവർ പവർഫുള്ളായിട്ടുള്ള ഒരു HR ആണ്. അവർ നിയമം ഉണ്ടാക്കുകയും ചെയ്യും, അവർ നിയമം അനുസരിക്കുകയും ചെയ്യും, മറ്റുള്ളവരെ അനുസരിപ്പിക്കുകയും ചെയ്യും. ആ ഗെയിം ചേഞ്ചാണ് ഒരു വ്യക്തിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ ആ സമയത്ത് പറയില്ല. കൃത്യമായി അറിയുന്നവൻ 9ൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ അവർ ശാരീരികമായിട്ടും അവർ അഭ്യാസികളുമായിരിക്കും. അവർ ഇമോഷണലി കുറച്ച് ഡൗൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പം ഒരു മാസ്റ്ററായിട്ട് നിങ്ങൾ പഠിപ്പിക്കുകയാണ്, അത് 2 തരത്തിൽ പഠിപ്പിക്കാം. ഇവർ കഥകൾ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കും. 6 എന്നത് ഈ പറയുന്ന പോലെ തന്നെ റിസപ്ഷനിലോ അല്ലെങ്കിൽ ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന ഒരാളായിട്ട് വേണമെങ്കിൽ ഗസ്റ്റ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കാരണം ഇവർ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിരിക്കും. അല്ലെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ അല്ലെ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണല്ലോ അവർ ഈ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാനും. ഇതുപോലെ എന്താ പറയുക, ഒരു ലക്ഷറി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അവർ എപ്പോഴും പിന്നെ എന്താ പറയുക, ചീർ ഗേൾസ് ആയിരിക്കും. ഈ പേരുകൾ തുടങ്ങുമ്പോഴല്ലേ ഏതെങ്കിലും അക്ഷരത്തിൽ ആദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർഫുൾ ആവും? ഉണ്ട്. അത് ഓരോരാൾക്കും വ്യത്യസ്തമാണ്. ഓരോരാൾക്കും വ്യത്യസ്തമായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓപ്പോസിറ്റ് എനർജിയിൽ തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? അത് ഓപ്പോസിറ്റ് എനർജി. ഇപ്പോൾ 1-ാം തീയതി ജനിച്ചവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും SLG ഇതിൽ തുടങ്ങുന്ന പേര് എടുക്കാതിരിക്കും. SLCG. അപ്പോൾ ഈ ന്യൂമറോളജി വെച്ചിട്ട്, അപ്പോൾ ന്യൂമറോളജി നമ്മൾ പല ആളുകളും ഇപ്പോൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും സാമൂഹ്യമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മൾ അടുത്തേക്ക് വരുന്ന ഒരാൾ എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ നമുക്ക് അറിയത്തില്ല. പക്ഷെ ചിലരൊക്കെ ജാതകം അല്ലെങ്കിൽ നാള് ചോദിക്കും. ഇപ്പം ചില ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് നാള് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അതായത് ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ, ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അതേപോലെ തന്നെ ഈ ന്യൂമറോളജി വെച്ചിട്ട് ഇപ്പൊ ഞാൻ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. അപ്പൊ എന്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. അപ്പൊ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് എനിക്ക് അയാളുടെ ഒരു ന്യൂമറോളജി. തീർച്ചയായിട്ടും ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ന്യൂമറോളജി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം അല്ലേ. ഓരോരോ കാര്യങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടണമല്ലോ. അപ്പോൾ ഈ ന്യൂമറോളജീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സിമ്പിളാണിത്. കാരണം ഇതിന് മാത്രം കോംപ്ലിക്കേറ്റഡ് അല്ല. ഒരു വ്യക്തി നമ്മളെ അടുത്തേക്ക് വരുമ്പോഴേ നമ്മൾക്ക് അവരെ പിന്നെ ഓക്കെ ആണോ, അപ്പോൾ അത് കുറച്ച് പഠിക്കാനുണ്ട്. ഇന്ന പേഴ്സണാലിറ്റി യോജിക്കുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു ജോലിക്ക് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റിൻ്റെ അല്ല ഉദാഹരണത്തിന് ഒരു വെബ്സൈറ്റ് ഡിസൈനിങ്ങിൻ്റെ കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ജോലി അന്വേഷിച്ച് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ നമുക്കൊന്നും ചോദിക്കണ്ട. ബയോഡാറ്റയിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ, ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ റെക്കോർഡിക്കലി വേറെ ഇത് അങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ കലാമൂല്യമുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ കലാമൂല്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഇവനുണ്ടോ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ വെബ്സൈറ്റ് ഡിസൈനിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് 2 എന്ന എനർജി, അതായത് 2-ാം തീയതി ജനിച്ചവർ, 11-ാം തീയതി ജനിച്ചവർ, 20-ാം തീയതി ജനിച്ചവർ, 29-ാം തീയതി, ഇത് ചന്ദ്രൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും കലാകാരന്മാരാണ്. അല്ലെങ്കിൽ കലയിലേക്ക് അതിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇറങ്ങാൻ വളരെ എളുപ്പം സാധിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇദ്ദേഹത്തിനെ ഈ ജോലിയിൽ കലാമൂല്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഓക്കെ ആണെന്നുള്ളത്. അതേസമയം നിങ്ങൾ ഒരു റിസപ്ഷനിലേക്ക് ഒരാളെ എടുക്കുകയാണ്. റിസപ്ഷനിലേക്ക് എടുക്കുമ്പോൾ എന്താണ്, നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. സെയിൽസ്, റിസപ്ഷൻ. അതെ അത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ എടുക്കേണ്ടത്. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 പേര്, ഒന്ന് 5ൻ്റെ എനർജിയാണ്. അതായത് 5-ാം തീയതി ജനിച്ചവർ, 14-ാം തീയതി ജനിച്ചവർ, 23-ാം തീയതി ജനിച്ചവർ. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ വളരെ പവർഫുള്ളായിട്ടുള്ള, അതായത് ഈ സംഭവ ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. ആ മനസ്സിലായതിട്ട് പിന്നെ അതിന് കൃത്യമായിട്ടുള്ള മറുപടി, അല്ലാണ്ട് പുരാണങ്ങളിലേക്കോ അങ്ങോട്ട് വേറെ ഭാവനയിലേക്കൊന്നും പോവില്ല. ഈ റിയൽ ആയിട്ടുള്ള കാര്യം. ചില ആൾക്കാർ കാണുന്നല്ലേ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരുത്തനോട് സംസാരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കഴിവുകളുള്ള അവരാണ് ഈ 5 മൾട്ടി ടാലൻറ്റ്. അതും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ്. അതേസമയം മുഖത്തൊരു സ്മൈൽ ഇട്ടുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കുകയും ചെയ്യും. ഒരാൾക്കും ഒരു പ്രശ്നമില്ലാതെ ഭംഗിയായിട്ട് വരുന്ന കസ്റ്റമറിനോട് ഏറ്റവും ഭംഗിയായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിരിയോ സംസാരം കൊണ്ട് ചിലപ്പോൾ ആ കസ്റ്റമർ ആ സാധനം അവരെന്താണ് ഉദ്ദേശിച്ചത് അത് മേടിക്കും. അതെ, അത്രയും കഴിവുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഇത് നോക്കുക. അതുപോലെ അതേസമയം നിങ്ങൾക്ക് ഒരു കാര്യത്തിനെ വിശദമായിട്ട് പഠിപ്പിക്കാൻ, ഇപ്പം ഞാനൊരു സ്കൂൾ നടത്തുകയാണ്, അതിന് നല്ലൊരു അധ്യാപകനെയാണ് വേണ്ടത് എന്ന് വെച്ചിട്ട് ഇതിന് മാത്രമല്ല അങ്ങനെയല്ല ഉദ്ദേശിക്കേണ്ടത്. എന്നാലും നമുക്ക് ഫസ്റ്റ് ലുക്കിൽ പറയാൻ പറ്റുന്നതാണ് വ്യാഴത്തിൻ്റെ എനർജിയിലുള്ളവർ. അതായത് 3-ാം തീയതി ജനിച്ചവർ, 12-ാം തീയതി ജനിച്ചവർ, 21-ാം തീയതി ജനിച്ചവർ, 30-ാം തീയതി ജനിച്ചവർ, ഇതൊക്കെ പേഴ്സണാലിറ്റി നമ്പർ പിന്നെ
മൂന്നിൻ്റെ എനർജിയാണ്, അതായത് ഗുരുവിൻ്റെ എനർജി. ഇവർക്ക് തീർച്ചയായിട്ടുള്ള ഒരു പരന്ന വിജ്ഞാനം ഉണ്ടാവും. അവരോട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും അവർ വളരെ മെല്ലെ വളരെ ഈസി ആയിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു കഴിവുള്ളവരാണ് ഈ പിന്നെ മൂന്നിൻ്റെത്. അപ്പോൾ നമുക്ക് ആ ഒരു വിദ്യ മറ്റുള്ളവരെ പഠിപ്പിക്കാനോ ഉപദേശിക്കാനോ ഉള്ള കാര്യത്തിലേക്ക് അവരെ തീർച്ചയായിട്ടും എടുക്കാം. അതേസമയം പിന്നെ നമുക്ക് അഡ്മിനിസ്ട്രേഷനാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാം കാര്യം ഇപ്പോൾ റിസപ്ഷൻ അതിനെ ഏകോപിപ്പിക്കണം, ഒരു മാനേജറായിട്ട് എല്ലാ കാര്യങ്ങളും നടത്താനും ഇവരെ എല്ലാം ഒരു ലോ ആൻഡ് ഓർഡറിൽ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ചെയ്തുകൊണ്ട് അതെ ഒരു ഡിസിപ്ലിനും അവിടെ വേണം. ആ രീതിയിലുള്ള ഒരാളെ നമുക്ക് എടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ് ആ ഒരു ജോബിന് കൊണ്ടുവരാൻ 4 എന്നുള്ള വ്യക്തി, അതായത് 4-ാം തീയതി ജനിച്ചവർ, 13-ാം തീയതി ജനിച്ചവർ, 22-ാം തീയതി ജനിച്ചവർ, 31-ാം തീയതി ജനിച്ചവർ, ഇവർ പവർഫുള്ളായിട്ടുള്ള ഒരു HR ആണ്. അവർ നിയമം ഉണ്ടാക്കുകയും ചെയ്യും, അവർ നിയമം അനുസരിക്കുകയും ചെയ്യും, മറ്റുള്ളവരെ അനുസരിപ്പിക്കുകയും ചെയ്യും. അവരുടെ വായും അത്ര സ്മൂത്ത് ആവണമെന്നില്ല. തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി തിരിച്ചു പറയുന്ന ഒരു എനർജി അവരിൽ ഉണ്ടാകും. 4-ാം തീയതി 4-ന്. അപ്പോൾ 4 എന്നുള്ള ഒരു എനർജി ആണ് ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അവരെ അഡ്മിനിസ്ട്രേഷനിൽ എടുക്കാം. അവർ നിന്നിട്ടുണ്ടെങ്കിൽ അവർ എല്ലാവരെയും കൺട്രോൾ ചെയ്തിട്ട് തന്നെ പോകും. എന്ന് വെച്ചിട്ട് ടോപ്പ് ലീഡറാണ് എന്നല്ല അർത്ഥം പിന്നെ. പക്ഷെ ഇവരെ ആ ഒരു ലീഡർഷിപ്പ് ഉണ്ട് അവിടെ കൺട്രോൾ ചെയ്യാൻ. ഇപ്പം ഈ 2-3 തരത്തിൽ നമുക്ക് ഒരു ലീഡറിനെ പറയാം. ഏറ്റവും ടോപ്പ് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അധികം സംസാരിക്കുകയോ ഇവർ ചെയ്യില്ല, കൃത്യമായിട്ട് ഓർഡർ നൽകി അവർ പോകും. അത് ഏറ്റവും ടോപ്പ് ലീഡർ. അതേസമയം ഏറ്റവും താഴേക്കിടയിലെ ലീഡേഴ്സ് ഉണ്ട്, സൂപ്പർവൈസർ എന്ന് പറയും. അതായത് പണിയെടുക്കുന്ന സ്ഥലത്ത് അവിടെ പോയി നിന്നുകൊണ്ട് കാര്യങ്ങൾ പണിയെടുപ്പിക്കും. അതുപോലെയുള്ള എനർജിക്ക് വളരെ പവർഫുള്ളാണ് ഈ 4 എന്നുള്ളത്. അവിടെ പോയി അവരെ കൂടെ വേണമെങ്കിൽ പണിയെടുത്തുകൊണ്ട് അവരെ പണി ചെയ്യിപ്പിക്കാനുള്ള ഒരു പവർ ഇവരുണ്ട്. വെറുതെ ഇരിക്കാൻ വിടില്ല ഓരോ സ്റ്റാഫിനെയും. അപ്പോൾ അതുപോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ളവരായിരിക്കും ഇവർ. അപ്പോൾ അവരെ ഇതിലേക്ക് നിയമിക്കാം കൃത്യമായിട്ട്. ഇനിയിപ്പം അതാണ് ഓരോ തരത്തിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പിൽ അവിടുത്തെ ഒരു ജനറൽ മാനേജറെയാണ് വേണ്ടത്. ഇതെല്ലാം ഏകോപിപ്പിച്ചു കൊണ്ട് പോകാനുള്ള ഒരു പവറുള്ള ആളെടുക്കണം. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ രാജ അല്ലെങ്കിൽ 1-ൻ്റെ എനർജീനെ എടുക്കാം. 1, 10, 19, 28 എടുക്കാം. അതുകൂടാതെ 8-ൻ്റെ എനർജീനെ എടുക്കാം. ജഡ്ജിൻ്റെ എനർജി എന്ന് പറഞ്ഞില്ലേ, അതും ഏറ്റവും ടോപ്പായിട്ട് ലീഡറാണ്. പക്ഷെ 8-ന് മറ്റൊരു പ്രത്യേകതയുണ്ട്, അവർ ഏറ്റവും ടോപ്പിൽ നിൽക്കും, ഏറ്റവും താഴെയും നിൽക്കും. പക്ഷെ 1 ടോപ്പിലേ നിൽക്കുള്ളൂ, താഴോട്ട് ഇറങ്ങില്ല. കണിശക്കാരനായിരിക്കും. കണിശക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് ലീഡറിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആറ്റിറ്റ്യൂഡായിരിക്കും. ഇപ്പം നിങ്ങളോട് അവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നോട് മറുപടിയല്ല പറയാം, എന്നോട് അവർ ചിന്തിക്കും, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇടും. ആറ്റിറ്റ്യൂഡിൽ തന്നെ അവർ പേടിച്ചു പോകും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉത്തരം ഒന്നും പറയില്ല. അതാണ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവരെ ആ ഗെയിം ചേഞ്ചാണ് ഒരു വ്യക്തിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ ആ സമയത്ത് പറയില്ല. അവരുടെ നോട്ടം, അവരുടെ ഭാവം, മുഖത്ത് വരുന്ന ഭാവം എതിർ സംസാരിക്കുന്നവർക്ക് അത് പ്രശ്നമാക്കും. അവർ എന്താ പറയുക, ചിലപ്പോൾ അവർ ചിരിക്കണം എന്നില്ല. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ സംഭവം. വ്യത്യസ്തരായിട്ട് വരുന്നവരെല്ലാം ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ്. 8 ആണ്. അതുപോലെ തന്നെയാണ് 1 രാജാവിൻ്റെ എനർജി. അവർ ഒരുവിധം കാര്യങ്ങളൊക്കെ പറ്റുന്നില്ലെങ്കിൽ ഒഴിവാക്കേ ഉള്ളൂ, അതിനെ പിടിച്ച് ശരിയാക്കൊന്നുമില്ല. പറ്റില്ലേ പൊക്കോ എന്നുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും. പക്ഷേ 8 അങ്ങനെയല്ല, പറ്റുന്നില്ലേ വേണം, അവനെ പണിഷ്മെൻറ്റ് ചെയ്യിപ്പിക്കും. ഏത് 8 എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനത്തിലേക്കായാലും എവിടെയായാലും ഈ ന്യൂമറോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഈ 9 വരുന്ന ആളുകളോ? 9 എന്നത് നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ രാജ കൊട്ടാരവുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറയുമ്പോൾ സർവ്വസേനാധിപനാണ്. അവർ ബോഡി അടക്കം ആക്റ്റീവാണ്. അവർ ഓടിച്ചാടി നിൽക്കും, ഒന്നും വെറുതെ ഒരു നിമിഷം പോലും നിൽക്കില്ല. ഈവൻ ഒരു സെക്യൂരിറ്റി ഗാർഡ്, അതായത് എത്രയും വലിയ നിങ്ങൾ ബിസിനസ് ഉണ്ടാക്കിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി ഇല്ലെങ്കിലോ കൊണ്ടുപോകില്ലേ. അപ്പോൾ അതിന് കൃത്യമായ സെക്യൂരിറ്റി, അതിനെങ്ങനെ കാത്ത് സംരക്ഷിക്കണം എന്ന് കൃത്യമായി അറിയുന്നവൻ 9-ൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ അവർ ശാരീരികമായിട്ടും അവർ അഭ്യാസികളുമായിരിക്കും. അവരെ ഒന്ന് ഓവർകം ചെയ്ത് പോകണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ മിലിറ്ററിയിൽ തന്നെ ഏറ്റവും ടോപ്പ് ഓഫീസേഴ്സൊക്കെ ആവാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണ് ഈ 9 എന്നുള്ളത്. അവർ പിന്നെ സംസാരത്തിലുപരിയായി ബോഡി അടക്കം പ്രവർത്തിക്കും. സംസാരം മാത്രമായിരിക്കില്ല, ശരീരം കൊണ്ടും അവർ പ്രവർത്തിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള എനർജിയാണ്. 4-നും ഉണ്ട്, 8-നും ഉണ്ട്, 1-നും ഉണ്ട്, എല്ലാറ്റിനും ഉണ്ട്. പക്ഷേ കൂടുതൽ ഈ 9 എന്ന ഒരു എനർജിക്കാണ് കൂടുതലുള്ളത്. 6-ഉം 7-ഉം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. 6-ഉം 7-ഉം അത് തന്നെ. ഈ 7 എന്നുള്ളത് നമുക്ക് വരികയാണെങ്കിൽ ശരിക്കും അതൊരു എന്താ പറയുക,
നമുക്ക് എഴുതാനോ എങ്കിലും എന്തെങ്കിലും നമുക്ക് വിശദീകരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് വേണമെങ്കിൽ മാസ്റ്റർ എന്ന രീതിയിലൊക്കെ എടുക്കാം, മറ്റുള്ളവരെ ഉപദേശിക്കാൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു ഓഫീസിലത്തെ അവർക്കും അധ്യാപകരാകാനുള്ള കഴിവുണ്ട്, അഡ്വക്കേറ്റ് ആകാനുള്ള കഴിവുണ്ട്. അതൊക്കെ വേറൊരു ലെവലാണ്. അതായത് എല്ലാം ഈ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബാധിക്കുന്ന ആ രീതിയല്ല, കുറച്ച് അവർ ഇമോഷണലി കുറച്ച് ഡൗൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പം ഒരു മാസ്റ്ററായിട്ട് നിങ്ങൾ പഠിപ്പിക്കുകയാണ്, അത് 2 തരത്തിൽ പഠിപ്പിക്കാം. ഇവർ കഥകൾ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കും, അത് ഇവരെപ്പോഴും ഫിലോസഫർ ആയിരിക്കും, ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഉപദേശിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരും വേണം തീർച്ചയായിട്ടും. ഇപ്പം ഈ ഒരു പേഴ്സണൽ മാനേജർ PM അല്ലേ, പേഴ്സണൽ മാനേജർ ഓരോരോ വലിയ വലിയ കമ്പനി ഉണ്ടാവും. അവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്തിട്ട് ആളെ സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായി അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആൾക്കാരെ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കും, ഇവൻ്റെ സ്വഭാവം എന്താണ്, ഇവനെ ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഥകൾ പറയുന്നവനെ അതൊക്കെ പറ്റുള്ളൂ. ഗ്രാസ്പിംഗ് പവർ കൂടുതലായിരിക്കും, അപ്പുറത്തിരിക്കുന്ന ആളെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് അതെ കൃത്യമായിട്ട് അറിയാം. സംസാരിക്കാനുള്ള കഴിവും ഇവർക്ക് കുറച്ച് കൂടുതലാണ്, അത് നല്ല രീതിയിലുള്ള സംസാരമായിരിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇവർക്ക് ഈ പേഴ്സണൽ മാനേജർ അങ്ങനെയുള്ള തസ്തികകളിലൊക്കെ ഇവർക്ക് നന്നായിട്ട് ചെയ്യാം. ഇനി ഏതാണ് പറയാനുള്ളത്? 6 എന്നത് ഈ പറയുന്ന പോലെ റിസപ്ഷനിലോ അല്ലെങ്കിൽ ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന ഒരാളായിട്ട് വേണമെങ്കിൽ ഗസ്റ്റ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കാരണം ഇവർ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിരിക്കും. അല്ലെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ അല്ലേ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണല്ലോ അവർ ഈ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാനും. ഇതുപോലെ എന്താ പറയുക, ഒരു ലക്ഷറി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും. അവർ എപ്പോഴും എന്താ പറയുക, ചീർ ഗേൾസ് ആയിരിക്കും, അങ്ങനെ വേണം പറയാം. അതുപോലെയുള്ള ആറ്റിറ്റ്യൂഡ്. അതിന് ആണുങ്ങളായിക്കഴിഞ്ഞാൽ പോലും അവർ ഒരു മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ശരീരപ്രകൃതവും ഭംഗിയുള്ള ആൾക്കാർ തന്നെയായിരിക്കും. അപ്പോൾ അവരെപ്പോഴും അത് പക്ഷേ അവർക്ക് വേറൊരു ഗുണമുണ്ട്, ലീഡർ കൂടിയാണ്. അവരെ വേണമെങ്കിൽ നമുക്ക് ലീഡറും ആക്കാം. ഇവരുടെ ആ ഒരു അവരെ അപ്പിയറൻസ് വെച്ചിട്ട് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ അവർക്ക് ഒരു ഇൻബിൽഡ് ആയിട്ട് ഒരു ലീഡറിന്റെ എനർജി ഉണ്ട്. അല്ല, രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ അതല്ലേ വേണ്ടത്? അതെ അതെ അത് അടുത്ത് നിൽക്കുന്ന ആളെ കൃത്യമായിട്ട് അറിയാനും തീർച്ചയായും നല്ലൊരു ഒരു നല്ലൊരു പോയിന്റ് ആണത്. മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇടപെടാനും അതേസമയം ലീഡറായിട്ട് നിൽക്കാനും ഉള്ള ഒരു എനർജി, അപ്പുറം ഇപ്പുറം നിൽക്കാനും അല്ലേ. അതേസമയം ഇപ്പോൾ സ്റ്റാഫിൻ്റെ അടുത്താണെങ്കിലും ചിലപ്പോൾ സ്റ്റാഫിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കമ്പനിയായി നിൽക്കുകയും ചെയ്യും, കാര്യം ചെയ്യേണ്ട സമയത്ത് ഇപ്പുറം മാനേജറായിട്ട് നിൽക്കുകയും ചെയ്യും. അതെന്താ ചെയ്തതെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതിന് ഉണ്ടാവും. അപ്പോൾ അത് നല്ലതാണ്. അപ്പം ബിസിനസ്സിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞത് ഞാനൊരു ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഇപ്പം 6-ാം തീയതി ജനിച്ചവരുടെ ലൈഫ് പാത്ത് നമ്പർ ഒന്ന് വേറെ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിൻ്റെ കോമ്പിനേഷനും അവരുടെ പേരെന്താണ് ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അവരെ മനസ്സിലാവും. പിന്നെ വൃത്തിയായിട്ട് നോക്കണം, കുറേ കാൽക്കുലേഷൻ എടുക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഈ 3 നമ്പർ കൊണ്ട് തന്നെ ഏകദേശം ഇവരെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിന് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂമറോളജി പഠിക്കുക തന്നെ വേണം എന്നാണ്. അപ്പം വരുന്നൊരു സംശയമാണ്, ഇപ്പം 6-ാം തീയതി ജനിച്ചു, പക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് വരുമ്പം നമ്മൾ പറഞ്ഞു കൂട്ട് മറ്റൊരു നമ്പറും കൂടി ഇല്ലേ? അതെ, ലൈഫ് പാത്ത് നമ്പർ. അപ്പം ഈ 2 നമ്പരും മാറിക്കഴിഞ്ഞാൽ ഈ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറത്തില്ല, അല്ലെങ്കിൽ അതിൽ ചെറിയ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവില്ല. പക്ഷേ അവരെത്തിച്ചേരേണ്ട ആ ഒരു കാര്യം മാറിക്കിടക്കുമ്പോഴേക്കും സ്ട്രഗിളിങ് വരും. കാരണം അവർക്ക് അവിടെ എത്തണമെങ്കിൽ ഈ സ്വഭാവം വെച്ച് അവിടെ എത്തുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലോ. അതുപോലെ അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന പേര് കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പം ആകും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പം ഞാനൊരു ഓഫീസിലേക്ക് ഒരാളെ എടുക്കുകയാണ്, അപ്പം എനിക്ക് ലീഡർഷിപ്പ് ഉള്ള ഒരാൾ വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളും വേണം. അങ്ങനെ വരുവാണെങ്കിൽ ഏതൊക്കെ നമ്പറുകളായിരിക്കും ഏറ്റവും നല്ലത്? ലീഡർഷിപ്പും വേണം. അതിന് 6 ഏറ്റവും ബെസ്റ്റാണ്. ഇപ്പോൾ 6-ാം തീയതി ജനിച്ചവരെ എടുക്കാം. ഇപ്പോൾ 1 ജനിച്ചവരും ലൈഫ് പാത്തിൽ 6 ഉണ്ടെങ്കിലും മതി. പേഴ്സണാലിറ്റി 1, ലൈഫ് പാത്ത് 6. അതുപോലെ പേഴ്സണാലിറ്റി 1, ലൈഫ് പാത്തിൽ 5 മാത്രമുള്ളത് എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? 5 ഇപ്പം പേഴ്സണാലിറ്റിയും 5 ആണെന്ന് എഴുതുക, അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഒരേ നമ്പറിൽ എടുക്കുക അതല്ല 5 ആണെന്ന് വരുന്നുണ്ടെങ്കിലേ ലീഡർഷിപ്പ് ഇല്ല എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം? ഒരു ലീഡർഷിപ്പുള്ള പേര് വേണം. ഇപ്പോൾ ഇവർക്ക് ഓൾറെഡി 5 എന്നുള്ളതിൻ്റെ ഏറ്റവും 5 എന്ന് പറഞ്ഞാൽ നല്ല നമ്പറൊക്കെ ആണെങ്കിലും അവരുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസ് ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാവും, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥം. അപ്പോൾ ഇതെന്താണ്, ഇന്ന് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോട് ഇന്ന് എന്താവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഡോക്ടർ ആവണമെന്ന് പറയും, നാളെ പറയും എഞ്ചിനീയർ ആയാൽ മതി, പോലീസ് അതെ. അങ്ങനെ വ്യത്യസ്തമായിരിക്കും. ഒന്നിലും നിൽക്കാത്തൊരവസ്ഥ ഈ 5 എന്നുള്ള എനർജിക്ക് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ലീഡർഷിപ്പ് പവറുള്ള ഒരു പേര് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അവർക്കൊരു ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ റിസപ്ഷനിലേക്ക് എടുക്കാൻ
ഓക്കെ 5. അതേസമയം അവരുടെ ലൈഫ് പാത്തിൽ അതിന് മാത്രമുള്ള ഒരു പവറുള്ള എനർജി ഇല്ല. ഈ പേരുകൾ തുടങ്ങുമ്പോഴല്ലേ ഏതെങ്കിലും അക്ഷരത്തിൽ ആദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർഫുൾ ആവും? ഉണ്ട്. അത് ഓരോരാൾക്കും വ്യത്യസ്തമാണ്. ഓരോരാൾക്കും വ്യത്യസ്തമായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓപ്പോസിറ്റ് എനർജിയിൽ തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? അത് ഓപ്പോസിറ്റ് എനർജി ഇപ്പോൾ 1-ാം തീയതി ജനിച്ചവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ എനർജി പറഞ്ഞാൽ AIJ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ എനർജി തന്നെയാണ്, ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ ലൈഫ് പാത്ത് എന്താണെന്ന് നോക്കണം. പിന്നെ അതിന് ഇത് ബ്ലോക്ക് ആവരുത്. അതുകൊണ്ട് ഇത് ബേസ് ഒരു നോർമലായിട്ടേ പറയുന്നുള്ളൂ. കാരണം ഈ പേഴ്സണാലിറ്റിയും ലൈഫ് പാത്തും പറയണമെങ്കിൽ 81 തരം കൂടിച്ചേരലുണ്ട്. 1, 1, 1, 2, 1, 3 അങ്ങനെ. അതെ, നമ്പറുകളാണ്. അതെ ഓരോ നമ്പർ. അപ്പോൾ 80. പക്ഷേ ഇത് ബേസ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ 1-ാം തീയതി ജനിച്ചവർ അല്ലെങ്കിൽ 10-ാം തീയതി ജനിച്ചവർ 19, 28 അതിന് AIJ എന്നുള്ളത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കൂടിച്ചേരൽ തന്നെയാണ്. ഇപ്പം 2 എന്നുള്ള ഒരു എനർജിയിലാണെങ്കിൽ BKR നല്ലതാണ്. BKR. ഇപ്പം നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞു നിങ്ങൾ 15-ൽ ആണ് ജനിച്ചത്. അപ്പോൾ 15 എന്നത് 6ൻ്റെ എനർജിയാണ്. അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലത് UV എന്നുള്ള W എടുക്കാം. പിന്നെ വെസ്റ്റ് കണക്കെ ആണെങ്കിൽ അല്ലേ കൺട്രിയിലുള്ളവർ W എടുക്കാം. അപ്പോൾ നമ്മളിവിടെയുള്ള പേരുകളിൽ UV എടുക്കാം. പിന്നെ അതുകൂടാതെ 2-ാം സ്ഥാനത്തുള്ളതാണ് 6. നിങ്ങൾ 6-ലാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ 6 2-ാം സ്ഥാനം ഉണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. എന്തായാലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജി എടുക്കാണ്ടിരിക്കുക. നിങ്ങൾ യാതൊരു കാരണവശാലും SLG ഇതിൽ തുടങ്ങുന്ന പേര് എടുക്കാതിരിക്കുക. SLCG. അപ്പോൾ അതിൽ തുടങ്ങുന്നത് നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിളിങ് ചെയ്യുന്ന എനർജി തന്നെയാണ്. ഇപ്പം ഈ അക്ഷരങ്ങളില്ലേ, അക്ഷരങ്ങൾ ABCDE ഇങ്ങനെ പോകുന്നത് 9 വരെ എണ്ണിയിട്ട് വീണ്ടും ആദ്യം തൊട്ട് 9 വരെ അങ്ങനെയാണ് വേണ്ടി പോകുന്നത്? അങ്ങനെ ആയിരുന്നു പണ്ട്. പൈത്തഗോറിയൻ ന്യൂമറോളജി പ്രകാരം ഈ 1 മുതൽ 9 വരെ അവിടെ കട്ട്. പിന്നെ അടുത്തത് എടുത്തില്ല. അപ്പോൾ 26 നമ്പറുള്ളത് 3 ഇതായിട്ട്. അപ്പോൾ മുമ്പ് 27 26 അക്ഷരമല്ലേ ഉള്ളൂ. അവസാനം 9-ന് മാത്രം 2 ലെറ്ററും ബാക്കി എല്ലാറ്റിനും 3 ലെറ്ററും ആയിട്ടുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിൽ കാൽഡിയൻ ന്യൂമറോളജി എത്തുമ്പോൾ അതങ്ങോട്ട് മാറി. കാൽഡിയൻ ന്യൂമറോളജിയിൽ കാൽക്കുലേഷൻ വേറെയാണ്. അത് ആചാര്യന്മാർ അതിൽ നൽകിയിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 9 എന്ന എനർജിക്ക് പ്രാധാന്യമില്ലയെന്ന്. അത് മറ്റൊരു നമ്പറിൻ്റെ കൂടെ വെക്കുമ്പോൾ ലയിച്ചു പോകുന്നു പറഞ്ഞല്ലേ. ഇതുപോലെ ഈ 9 എന്നുള്ള എനർജി ഇതിൽ കാൽക്കുലേഷൻ ഇല്ല. അപ്പോൾ ഇതിൽ എനർജി മാറുന്നുണ്ട്. അപ്പോൾ ഈ ഓർഡറിലല്ല, കുറച്ചൊക്കെ ഓർഡറിലാണ്, ബാക്കിയൊന്നും ഓർഡറിലല്ല ഇരിക്കുന്നത്. അത് പ്രത്യേകമായിട്ട് കാൽഡിയൻ ന്യൂമറോളജി ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിളിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ആ ഒരു ചാർട്ട് എടുത്തതിന് ശേഷം വേണം നിങ്ങളുടെ പേര് എഴുതി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നിങ്ങളുടെ പേരിൻ്റെ എനർജി കിട്ടുക. എന്ന് വെച്ചിട്ട് ആ പേരിൻ്റെ എനർജിയിലെ ഓരോ സംയുക്ത സംഖ്യകളും വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ 5 ലക്കി നമ്പർ ആണെന്ന് പറഞ്ഞ ഒരാളുടെ, അപ്പോൾ 14-ന് ഒരു എനർജിയാണ്, 23-ന് ഒരു എനർജിയാണ്, 32-ന്, 41, 50, 59 ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ്. ഓരോ സംയുക്ത സംഖ്യകൾക്കും വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ്. അതുകൂടാതെ ഓരോ മനുഷ്യൻ്റെയും അവൻ്റെ സന്തോഷത്തിനെ അവൻ എത്രമാത്രം ഹാപ്പിയസ്റ്റാണ് എന്നുള്ളതും ആ പേരിനകത്ത് തന്നെ എനർജി ഉണ്ട്. അതുപോലെ ഒരു വ്യക്തിയെ മറ്റുള്ളവരെങ്ങനെ നോക്കിക്കാണും എന്നുള്ളതും ആ പേരിനകത്ത് മറ്റൊരു എനർജി ഉണ്ട്. കാരണം മറ്റുള്ളവരെങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ പവർ പോലെ ഇരിക്കും അവൻ എത്രമാത്രം ഫെയിം ആകും. ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാർ ആയിട്ട് ഏറ്റവും ടോപ്പിലേക്ക് പോവോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് ആ പേരിനകത്ത് അങ്ങനെയുള്ളൊരു എനർജി അതിൻ്റെ അകത്ത്. അതായത് കേവലം ഒരു ലക്കി നമ്പറിൽ മാത്രമല്ല, അതിനകത്തുള്ള എനർജിയും കൂടി നമ്മൾ വ്യക്തമായി പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ ഫെയിം ആകുമോ, ഇനി അതല്ല അത് വെച്ചിട്ട് അവർക്ക് ജീവിതത്തിൽ വിജയിക്കുമോ എന്നൊക്കെ പറയാൻ വേണ്ടി. ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമല്ല പേരിലും അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും.